ഈശ്വര ഇനി നല്ല ഓട്ടം കിട്ടണം. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്. ചങ്കിനകത്ത് താളമടിക്കണ്, തകിട തകിട മേളമടിക്കണ്. കയ്യും കാലും വെറ വെറക്കണ്, പെട്ട പെട്ടക്കണ്, തുട്ടി തുട്ടിക്കണ്. അല്ല ഇതിലാരാപ്പ നിവിൻ പോളി? അടി ഉണ്ടാക്കണ്ട, നിങ്ങൾ മൂന്നാളും നിവിൻ പോളിയാ. അല്ല ഈ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് അമ്പലത്തിൽ പോണേ? അതിന് ഞങ്ങൾ അമ്പലത്തിലേക്കല്ല, സ്കൂളിലേക്കാ. സ്കൂളിൽ നിന്ന് ഓണാഘോഷ പരിപാടിയാ. നിങ്ങൾ മൈക്കിൽ വിളിച്ചത് കേട്ടില്ലേ? അത് ഞങ്ങളെ സ്കൂളിൽ നിന്നാ. ആഹാ, അപ്പൊ എന്തൊക്കെയാന്ന് പരിപാടി? മത്സരം, ലെമൺ സ്പൂൺ, മച്ചിങ്ങ വർക്കല്, ഉച്ചയ്ക്ക് ഓണസദ്യ ഉണ്ട്. നിങ്ങൾ വരുന്നോ? അതിന് ഞാൻ നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലല്ലോ, ഈ നാട്ടുകാരനേ അല്ല. അല്ലേ, അതിലൊന്നും കുഴപ്പമില്ല, ഓണസദ്യ എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ ഇപ്പൊ വരുന്നോ? മത്സരം ഉണ്ട്. മാമന് പോയിട്ട് കുറച്ച് പണിയുണ്ട്, പറ്റുകയാണെ വരാട്ടോ. ടാറ്റാ. ഓട്ടം പോവോ? പിന്നെന്താ, കേറിക്കോളി. എങ്ങോട്ടാ ചേച്ചി? നരിക്കുന് വരെ പോണം. എത്രയാവും? പോയാ മാത്രം പോരെ? പോരാ, നരിക്കുൻ ടൗണോട്ട് മടവൂര് കൊണ്ടുവെക്കണം. പറ്റുമോ? ഞാൻ ഉദ്ദേശിച്ചത് റിട്ടേൺ ഉണ്ടാവുമെന്നാ. ചേച്ചി ഒരു 50 ഉറുപ്പ്യ തന്നാ മതി. 50? 30 രൂപ തരും. ആ 30 30 അതിനീട്ടാണ്. ഇത്ര വലിയ വീടൊക്കെയാണല്ലോ. ചേച്ചിക്കൊരു പേര് കുറവുള്ളൂ. രാവിലെ തന്നെ എങ്ങോട്ട് വരുന്നതൊക്കെ. പോയല്ലേ? ആ, ഇത് മടവൂർ സ്റ്റാൻഡിലോടുന്ന ഓട്ടോയാണോ? മടവൂര് അല്ല ചേച്ചി, ഞാൻ കൊടുവള്ളിന്ന് വരിക. ഇന്നെന്റെ പിറന്നാളാ. ഇവിടെ അമ്പലത്തിൽ വന്നതാ. കുറെ കാലമായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. ആരോട് പറയാൻ? ഇതെന്തൊരു പെണ്ണുങ്ങളത്. പിറന്നാളാണെന്ന് പറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറഞ്ഞൂടെ? അല്ലേ ചേച്ചി? ആ ഹലോ, പറഞ്ഞോളി. എന്താ അമ്മേ? ആ അമ്മേനോട് ഡോക്ടർ ഇന്നലെ എന്താ പറഞ്ഞേ? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ പച്ചക്കറി? കറി ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാം. ഞാൻ ഓട്ടത്തിലാ, പിന്നെ വിളിക്കേ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? സോറി ചേച്ചി, അമ്മയാണ് വിളിച്ചത്. വീട്ടിലിപ്പോ അമ്മ ഒറ്റയ്ക്കേ ഉണ്ടാവും. അനിയത്തി ഇപ്പൊ കോളേജിൽ പോയി കാണും. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. എന്നാലോ വീട്ടിലെ പണിയായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞാട്ട് കേക്കേ. ആരോടെ പറയുന്നു? ഇതാ നരിക്കിന് എത്തിയിട്ടോ. എവിടെയാ നിർത്തണ്ടേ? നേരെ വിട്ടോ. ഇത് ആ റോഡിന് കുറച്ച് ദൂരം കൂടെ. അല്ല 30 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ പോയി ബാലുശ്ശേരി എത്തുമല്ലോ. ഇനി പോണെങ്കിൽ 50 ഉറുപ്പ്യ തികച്ചും തരണം. അങ്ങനെയാണെങ്കിലേ താൻ എന്നെ പോയി കയറ്റി എടുത്തേണ്ട കൊണ്ട് ഇറക്ക്. ഞാൻ വേറെ ഓട്ടോ വിളിച്ച് പോയിക്കോളാം. ഈശ്വരാ, അല്ല നിങ്ങൾ കോഴിക്കോട്ടുകാരിയല്ല ആണോ? എന്തേ? തോന്നുന്നില്ല. ആ കവറെടുത്തന്റെ പുറകെ വാ.
എനിക്കൊന്നും വയ്യ, എനിക്ക് വേറെ ഓട്ടം ഉള്ളതാ. കാശ് തന്നാ എനിക്കങ്ങ് പോകാമായിരുന്നു. ഞാൻ ക്യാഷ് തന്നാലേ ഞാൻ പോവുള്ളൂ. ക്യാഷ് വേണമെങ്കിൽ അതെടുത്തിട്ട് എന്റെ പുറകെ വാ. രാവിലെ തന്നെ ഒരു മാറിനാണല്ലോ ദൈവമേ വന്നു വിട്ടത്. ഇന്നത്തെ കാര്യം പോക്കാം. ഇതിനാണ് ഒടുക്കത്തെ വെയിറ്റും. ഇവരെങ്ങനെ ഇത് തൂക്കി നടക്കുന്നത്? എന്താണാവോ ഇതില്? വീട്ടിലെ വല്ല വേസ്റ്റും ആവും. കൃത്യമായിട്ട് എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ. നല്ലൊരു ദിവസമായിട്ട്. എങ്ങോട്ട പെണ്ണുങ്ങളെന്നെ കൊണ്ടുപോണ്? കൊല്ലാനെങ്ങാനാണോ? എല്ലാരും പാത്രം ക്ലാസ് എടുത്തോളൂ. ഇന്ന് സ്പെഷ്യലാ ഇഡ്ഡലി സാമ്പാറും. മോനെ ഒന്നെന്നെ പിടിച്ചെണീപ്പിക്കോ? ഒറ്റയ്ക്കാവൂല, ഭക്ഷണം കഴിക്കണം. അമ്മ ഇവിടെ ഇരിക്കും. ഞാൻ എടുത്തിട്ട് വരാം. കുറച്ച് ലേറ്റ് ആയി പോയില്ലേ അമ്മേ? ഓട്ടോ കിട്ടാൻ വൈകിയതാ. കൈ കഴിയില്ല മോനെ. അതെ, നേരത്തെ ഞാൻ അങ്ങനെ സംസാരിച്ചതിനും പെരുമാറിയതിലും ഒന്നും വിചാരിക്കരുത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അല്ലാതെ പറഞ്ഞ ആരും സഹായിക്കാൻ വരില്ല. അതാ സോറി. ഇതാ 100 രൂപ വെച്ചോളൂ, ബാക്കിയൊന്നും തരില്ല. വേണ്ട ചേച്ചി, ഞാനിത് വാങ്ങൂല. ആ പൈസ കൂടെ അവർക്ക് നാളെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളൂ. ഇനി എല്ലാ ദിവസവും ഞാൻ വരാം ഈ സമയത്ത് ഭക്ഷണം കൊണ്ടുപോകാൻ. അപ്പൊ ശരി ചേച്ചി. രമേശ്, ഹാപ്പി ബർത്ത്ഡേ. मत होगी एक्शन एक्शन एक्शन